ചമയങ്ങൾ അണിഞ്ഞ് ആടയാഭരണങ്ങൾ ചാർത്തി പട്ടുചേല ചുറ്റി പൊട്ടുകുത്തി. മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പുരുഷന്മാരായിരുന്നവർ പുരുഷാങ്കനയിലേക്ക് പരകായ പ്രവേശം ചെയ്തു. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം. ദേവീപ്രീതിക്ക് വേണ്ടിയാണ് ഈ ആചാരം. പണ്ടേക്ക് പണ്ട്, അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പൂർവികർ കൈമാറിയ ആ പാരമ്പര്യം ഇന്നാട്ടുകാർ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നു. 6 വർഷമായി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നിരുന്നു. പ്രാർത്ഥന സഫലമായാലാണ് നമ്മൾ വന്ന് ഈ വിളക്കെടുക്കുന്നത്. സ്ത്രീവേഷം അണിഞ്ഞ് 5 തിരിയിട്ട വിളക്കുമായി അവർ ദേവീ സന്നിധിയിലേക്ക്. ദേവിക്ക് മുന്നിൽ പ്രാർത്ഥന. ആഗ്രഹങ്ങൾ ദേവിക്ക് മുന്നിൽ അർപ്പിച്ച് 3 തവണ ക്ഷേത്രത്തെ വലം വെക്കും. കുത്തുവിളക്ക് എടുക്കുന്ന വെച്ചാൽ നമുക്ക് സർജറിക്കൊക്കെ മുന്നേ നമ്മൾ സാധാരണ പുരുഷന്മാരെ നിന്ന് സമയത്ത് ഒരുപാട് എടുത്തിട്ടുണ്ട്, അന്നേരം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ട്രാൻസ്വുമൺ ആയതിനു ശേഷം നമുക്ക് എടുക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അതിന് ഒരു വിഷമമൊന്നുമില്ല ഞങ്ങൾക്ക്. ചമയവിളക്കെടുത്താൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ചടങ്ങിന്റെ ഭാഗമായി. കുറേ തവണ ഇങ്ങനെ വിളക്കെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനോട് വലിയൊരു താല്പര്യം പോലെയായി. ആദ്യം എടുത്തപ്പം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശത്ത് നിന്ന് പോലുമുള്ളവർ ചമയവിളക്ക് കാണാൻ എത്തിയിരുന്നു. 21 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. പൊടി പ്രായം തൊട്ടേ എടുക്കുകയാണ്. എടുത്തപ്പം പിന്നെ ഒരു എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ട് പിന്നെ എടുക്കും. ചെറുപ്പത്തിലെ കണ്ടോട്ട് എടുത്ത് പിന്നെ ഇപ്പോഴെടുക്കാൻ തോന്നിയപ്പോൾ വന്നേ. ഈ നാടിനെ മാത്രമല്ല, അന്യദേശക്കാരെ പോലും സന്തോഷിപ്പിക്കുകയാണ് ചവറ എന്ന കൊച്ചു ഗ്രാമത്തിലെ കൊറ്റംകുളങ്ങര എന്ന ക്ഷേത്രത്തിലെ ഈ ഉത്സവം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.